ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമാണ്. ഇവിടെ അമ്മയാട്ട ആദ്യം നമ്മൾ വെൽക്കം ചെയ്യണം, എല്ലാവരെയും വെൽക്കം ചെയ്യുക. ഹന്ന സഫ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല വെൽക്കം ടു ഓൾ യൂട്യൂബ് ചാനൽ. പറയണേ എല്ലാം എന്നെ കുട്ടിക്ക് പറയാനുള്ളത്. സബ്സ്ക്രൈബ് ലൈക്ക് പറ, എന്തെങ്കിലും മാറ്റർ പറ. അത് മാത്രം പറഞ്ഞാൽ പോരാ. എല്ലാവരും ലൈക്ക് ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യണമെങ്കിൽ നീ എന്തെങ്കിലും കണ്ടന്റ് പറയണം. ഞങ്ങൾ കോർണിഷിലാണ്. പിന്നെ സഫ കളിക്കുവാണ്. സഫ നമ്മുടെ അടുത്ത് കളിക്കുന്നുണ്ട്. വെച്ചിട്ട് സഫ എന്നും നന്ദിനോട് പറയുന്നതാണ് ചോയ്ക്കാട് വേണമെന്ന്. ഇന്നലെ ചോയ്ക്കാട് വേണമെന്ന് വഴക്കിടുവാണ്. അപ്പോൾ ഞങ്ങള് ചോയ്ക്കാട് വാങ്ങിച്ചു. പക്ഷെ ഞങ്ങൾ ഹെയർ പ്ലെയിൻ വാങ്ങിച്ചു. പക്ഷെ അവൻ പറയാ ഹെയർ പ്ലെയിൻ വെട്ടിന്. അവൻ പറയാ മെട്ട് ചോയ്ക്കാടില്ലേ, ആ ലെഫ്റ്റ് റൈറ്റ് അതല്ലേ അത് വേണ്ട. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കളിക്കുന്നത്. ഞങ്ങൾ എയറോപ്ലെയിൻ മേടിച്ചു കൊടുത്തപ്പോൾ അവനത് വേണ്ട, അവൻ റിമോട്ട് കാർ മതി എന്ന് പറഞ്ഞു. അങ്ങനെ റിമോട്ട് കാർ മേടിച്ചു. അതല്ലേ ഉദ്ദേശിച്ചേ? ഓക്കെ. ഇനി അപ്പോൾ ഞങ്ങള് ഒരു അപ്പഴേക്ക് പാട്ട് വാങ്ങിച്ച നേരത്ത് പാട്ടിനുള്ള പൈസ കാർത്ത് പൈസ പഠിച്ചു. അപ്പോൾ പാട്ട് വാങ്ങിച്ചു പാട്ടിട്ട് പൈസ വേട്ടെ. അപ്പോൾ ഞങ്ങൾ അവനോട് പറഞ്ഞു ചോയ്ക്കാട് വാങ്ങിച്ചിട്ട് കൊടുക്കലോട്ട് പൈസ ഇട്. ഓക്കെ. അപ്പോൾ അവനോട് ഞങ്ങൾ പറഞ്ഞു അവന് ടോയ് കാർ വേണമെങ്കിൽ ഒത്തിരി പൈസ വേണം. സോ ഞങ്ങൾ അവനോട് പറഞ്ഞു ടോയ് കാർ വേണമെങ്കിൽ നീ കുടുക്കയ്ക്കകത്ത് പൈസ ഇട്ട് വെക്കാൻ പറഞ്ഞു. അതല്ലേ പറഞ്ഞത്? ഓക്കെ. അതിനെക്കുറിച്ച് പറയുന്നത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാവേ, എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി. ഞാൻ പറ. എന്നിട്ടാ നല്ലൊരു ആട്ടപ്പോടെ പറഞ്ഞു നീ ചോദിക്കാട് വേണമെന്ന് കാണുന്നത് പറഞ്ഞാൽ അടി കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ്. ഞങ്ങൾ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു നീ എപ്പോഴെപ്പോഴും ടോയ്ക്കാരന് വഴക്കിട്ടാൽ ഞങ്ങൾ അടി തരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്നും കേൾക്കത്തില്ല, നമ്മൾ പറയുന്നൊന്നും കേട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചാണ് ടോയ്ക്കാർ വായിക്കണമെന്ന് ഞങ്ങൾ കുറെ ആലോചിച്ചു, ചിന്തിച്ച് നോക്കി. വീട്ടിൽ അവന് പറഞ്ഞാൽ ടോയ്ക്കാർ വേണം. വേണമെന്ന് പറഞ്ഞു. ഫിഷ് മാർക്കറ്റിലോട്ട് പോവാനടുത്ത് അവന് യെല്ലോ കാർഡ് കണ്ടില്ലേ? ഞങ്ങൾ ഫിഷ് മാർക്കറ്റിലോട്ട് പോയപ്പോഴത്തേക്ക് യെല്ലോ കാർ കണ്ടു. വഴിയിൽ ഇങ്ങനെ വഴി സൈഡിൽ ഇങ്ങനെ കാർ വെച്ചിരിക്കുന്നത് കണ്ടു. ഓക്കെ. അപ്പോൾ അവൻ അതിന് വഴക്കിട്ടു. അപ്പോൾ പപ്പ എന്ത് പറഞ്ഞു? നല്ല അടി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല അടി കിട്ടും, വെറുതെ വഴക്കിടണ്ട എന്ന് പപ്പ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു അവനോട് നീ നല്ല കുട്ടി ആവട്ടില് നമുക്ക് അപ്പോഴത്തെ ലൈഫ് സെറ്റ്സ് തൊട്ടില്ല വെരി ഗുഡ് പച്ചോടോ ബോട്ടിൽ കയറാന്ന് പറഞ്ഞു. ശരി. നമ്മുടെ മക്കൾ പറയുന്നത് അപ്പയ്ക്ക് ലൈസൻസ് ഉണ്ട്, UAE ലൈസൻസ് ഉണ്ട് അപ്പയ്ക്ക്. അപ്പം നീ ടോയ്ക്കാരൻ്റെ പൈസയൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ നമ്മൾ പജീറ വണ്ടി മേടിക്കാമെന്ന് അന്നക്കുട്ടി സഫനോട് പറഞ്ഞു. എന്നിട്ടും കേൾക്കുന്നില്ല. എന്നിട്ടും അവൻ കേട്ടില്ല. പിന്നെ അവൻ ടോയ് കാർ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവന് ഒട്ടും ആയിട്ടൊക്കെ എടാ നീ ടോയ്ക്കാർ വേണം ഇനി ടോയ് കാർ വേണമെന്ന് പറയുമോ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറയുമെന്ന് പറഞ്ഞു. പിന്നെ സോറി പറഞ്ഞവൻ വഴക്കിടത്തില്ലെന്ന് പറഞ്ഞു. എന്നെ അടിക്കല്ലേ, ഞാൻ സോറി പറയാന്ന് പറഞ്ഞിട്ട് സോറി പറഞ്ഞു അല്ലേ? ഓക്കെ. ഒരു കൊടുക്കാല് പൈസ വെച്ചാൽ നമുക്ക്
ഫിഷ് മാർക്കറ്റിലോട്ട് പോവാന്ന് പറഞ്ഞു. ഉം. അല്ലെങ്കിൽ സഫാരി മാളിലോട്ട് പോവാന്ന് പറഞ്ഞു. ഉം. അല്ലെങ്കിൽ ആലസസ് മാളിലോ കാൺമാളിലോ നീ കൊടുക്ക പൈസ ഇട്ട് വെച്ചാൽ നമ്മൾ ഗ്രാൻഡ് മാളിലോ സഫീർ മാളിലോ ഒയാസിസ് മാളിലോ എവിടെയെങ്കിലും പോയിട്ട് വണ്ടി നോക്കാമെന്ന് പറഞ്ഞു. സാധനം വാട്ടാനോന്ന് തെറ്റിച്ചു. അങ്ങനെ പച്ചവെള്ളത്തിൽ സാധനം വാങ്ങിക്കണമെന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചു. പക്ഷെ ഞങ്ങള് നാട്ടില് ഇച്ചിരി സൗണ്ട് കൂട്ടി പറയാവോ? അടുത്ത് എന്നിട്ട് നാട്ടില് ഒരു എന്താ എന്താ നാട്ടിലെ എന്തിനെ കുറിച്ചാണ് പറയാൻ വരുന്നത്? നാട്ടിലെ കുറിച്ച്. നാട്ടിലെന്താ വണ്ടിയുടെ കാര്യമാണോ നാട്ടിലെ? നമ്മളെ പുള്ളി വീട് വെച്ചിലാണോ? ആ വീട് വെച്ചതാണോ ഇപ്പൊ പറയുന്നത്? ഇത് ശവക്കൂട്ടിന്റെ കാറിന്റെ കാര്യമല്ലേ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്? അടല്ല ഫിനിഷ് ആയാണ്. പറ, അത് കഴിഞ്ഞില്ല. അത് കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞോ? വീടിന്റെ കാര്യം നമുക്ക് വേറെ കണ്ടന്റ് ആക്കാം. ഇതിപ്പം ശവക്കൂട്ടിന്റെ വണ്ടിയുടെ കാര്യം. ഇതാ ഞങ്ങളുടെ പുറകിൽ ശവക്കൂട്ടൻ വണ്ടിയൊക്കെ ഓടിച്ചിരിപ്പുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ അമ്മയുണ്ട്. അമ്മ നോക്കമ്മ, അമ്മ നോക്കിക്കേ. എന്താ അമ്മയുണ്ട്. അമ്മ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. ശവക്കൂട്ടൻ വന്നിട്ടുണ്ട്. അമ്മ ഫിസിക്സ്. ഓ ശവക്കൂട്ടൻ പറഞ്ഞ ആനമുട്ട വന്നു. എൻ്റെ ദൈവമേ. പിന്നെ വേറെ എന്താ പറയാനുള്ളത്? സഫോട്ട് കാല് കൊട്ടുണ്ട് പാലിച്ച അല്ല കൊട്ടുകാട്. ശവക്കൂട്ടന്റെ കാര്യം ഒന്നും പറയണ്ട. ശവക്കൂട്ടം കളിച്ച് ക്ഷീണിച്ച് പോയി. വെള്ളം കുടിയാ. പിന്നെ നോട്ടി ബോയ് ആണ് ഞങ്ങളുടെ നോട്ടി ബോയ്. തൊടല്ല കട്ടല്ലേ